ഹായ്, നമസ്കാരം. നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന നമ്മുടെ പുതിയ പോർട്ടൽ ഇപ്പോൾ ലൈവായിട്ടുണ്ട്. ഇതൊരു പുതിയ വെബ്സൈറ്റ് മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിലെ കൂടുതൽ വേഗത്തിലും കൂടുതൽ എളുപ്പത്തിലും കൂടുതൽ പ്രൊഫഷണലായും നടത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു കംപ്ലീറ്റ് ബിസിനസ് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധ സർക്കാർ സേവനങ്ങളും ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസുകളും, അതേപോലെ ലേണിംഗ് പ്ലാറ്റ്ഫോമും, ഇൻവോയ്സ്, റെസിപ്റ്റ് മാനേജ്മെന്റ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, അതേപോലെ ബിസിനസ് റിപ്പോർട്ട്, AI ഉപയോഗിച്ച് CV തയ്യാറാക്കൽ, AI ഉപയോഗിച്ച് ബാങ്ക് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ, കൂടാതെ നിരവധി തേർഡ് പാർട്ടി സർവീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതെല്ലാം ഇനി ഒറ്റ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് പുതിയ പോർട്ടലിന്റെ ഫീച്ചറുകളും മറ്റു കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം. അത് നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ബ്രൗസറിൽ നമ്മുടെ സൈറ്റ് എടുക്കാം. അതിനുശേഷം ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കുക. അതേപോലെ ഗെറ്റ് ഓഫീസിൽ നൽകിയ പാസ്വേഡ് താഴെ കൊടുക്കുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ സൈറ്റിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രാഞ്ചൈസി എഗ്രിമെന്റ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നമ്മുടെ ഫാദർ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും സ്ഥലവും നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. പിന്നെ ഫാദർ നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ സ്ഥലം കൊടുക്കുക. നിങ്ങളുടെ സ്ഥലം കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എഗ്രിമെന്റ് ഒന്ന് ഇങ്ങനെ വായിച്ചു നോക്കുക. അതിനുശേഷം ഐ കൺഫേം എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ടിക്ക് ഉണ്ട്, ഇവിടെ ടിക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈനിങ് കോഡ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് സൈൻ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളൊരു പേപ്പറിൽ സൈൻ ചെയ്തതിന് ശേഷം അത് നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുത്തത് നേരെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്നു. സിസ്റ്റത്തിലോട്ട് നമ്മൾ സൈൻ കൊണ്ടുവന്നു. അതിനെ ചിലപ്പം ഭയങ്കര വലുപ്പത്തിലോ ഒരു കറക്റ്റ് അല്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാകുക. അതിന് നമ്മൾ ചെറുതാക്കി രീതിയിലോട്ട് മാറ്റുക, ചെറുതായിട്ട്. അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യുക. സ്നിപ്പിംഗ് ടൂളോ അങ്ങനെ ഉപയോഗിച്ചൊന്ന് ക്രോപ്പ് ചെയ്യുക, ചെറുതായിട്ട് ക്രോപ്പ് ചെയ്യുക. നമ്മൾ അതിനുശേഷം അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പിലാണ് നമ്മുടെ ഇതുള്ളത്. ഞാൻ നേരെ എടുത്തു, അത് അപ്ലോഡ് ചെയ്തു. പിന്നെ അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് OTP വരും. അത് രജിസ്റ്റർ ചെയ്ത മെയിലിലോട്ടായിരിക്കും വരിക. നമ്മൾ രജിസ്റ്റർ ചെയ്ത മെയിൽ നേരെ ഓപ്പൺ ചെയ്യുക. അതായത് നമ്മൾ മെയിൽ ഓൾറെഡി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് വെൽക്കം ലെറ്ററും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. വെൽക്കം ലെറ്റർ വന്നിട്ടുണ്ടാവും, നമ്മൾ ട്രെയിനിങ് പോർട്ടലിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടാവും, പിന്നെ നമ്മുടെ ബോർഡിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ഒരു വെൽക്കം ലെറ്റർ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടാവും. നമുക്ക് പുതിയത് OTP വന്ന മെയിലിലോട്ട് നോക്കാം. ഇവിടെ OTP വന്നിട്ടുണ്ട്. ആ OTP ഓപ്പൺ ചെയ്യാറുണ്ട്. ആ OTP നമ്പർ നമ്മൾ കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ എൻ്റർ OTP പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ എഗ്രിമെന്റ്. ഇതാണ് എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റ് പ്രിന്റ് എടുത്ത് വെക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ സൈൻ ഉണ്ടാവും, എല്ലാ ഡോക്യുമെന്റ് സൈൻ എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്യുകയാണ് വേണ്ടത്. അതിനു വേണ്ടി ഷെഡ്യൂൾ യുവർ ട്രെയിനിങ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഷെഡ്യൂൾ യുവർ ട്രെയിനിങ്. കണ്ടോ, നിങ്ങൾക്ക് ആർക്കാണോ അവർക്ക് ഓരോ നമ്മുടെ ട്രെയിനർ ഇവിടെ വന്നിട്ടുണ്ടാവും. ടെക്നിക്കൽ ട്രെയിനർ ഇവിടെ വന്നിട്ടുണ്ടാവും. അവരുടെ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ടൈം ഷെഡ്യൂൾ നമ്മൾ ചെയ്യണം. ഇപ്പം നാളെയാണ് ചെയ്യുന്നതെങ്കിൽ 26-ാം തീയതി എത്ര മണിക്കാണ് എന്നുള്ള ഇവിടെ ഉണ്ടാവും. 10 ദിവസമാണ് ആദ്യം ട്രെയിനിങ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. നമ്മൾ നാളെ 10 മണിക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ 4 മണിക്കാണ്. ഒരു തവണ 4 മണിക്ക് ചെയ്തു ബുക്ക് സ്ലോട്ട് ചെയ്തു. അന്ന് അവർക്ക് ബുക്ക് സ്ലോട്ട് ഉള്ളതുകൊണ്ട് കിട്ടി. പിന്നെ ഈ സാറ്റർഡേ ലീവാണ്, അതുകൊണ്ട് അവിടെ റെഡ് കളർ. പിന്നെ അടുത്ത തിങ്കളാഴ്ച എനിക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവുകൊണ്ട് ഞാൻ അന്ന് ചെയ്യുന്നില്ലെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുക. 4:30 ക്ലിക്ക് ചെയ്തു, ബുക്ക് സ്ലോട്ട് ചെയ്തു. 2ാമത്തെ ദിവസം ഇവിടെ എല്ലാം ഓരോ ടൈം കൃത്യമായിട്ടുണ്ടാവും. പിന്നെ അടുത്ത 30-ാം തീയതി നമ്മൾ ക്ലിക്ക് ചെയ്തു. 3ാമത്തെ ദിവസത്തെ അത് 4:30 തന്നെ ക്ലിക്ക് ചെയ്തു. പരമാവധി ഒരേ സമയം ക്ലിക്ക് ചെയ്താൽ നമുക്ക് മറന്നു പോകാതിരിക്കും ഏത് സമയത്താണെന്ന്. അതുകൊണ്ട് അങ്ങനത്തെ ഷെഡ്യൂളിന് ടൈം ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് മന്ത് 1-ാം തീയതി എടുത്തു, 4:30 ബുക്ക് സ്ലോട്ട് ചെയ്തു. പിന്നെ 2-ാം തീയതി എടുത്തു, 4:30 ബുക്ക് സ്ലോട്ട് ചെയ്തു. ഏത് സമയത്തും വേണേൽ ചെയ്യാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും തിരക്കോ കാര്യമുണ്ടോ ആ നോക്കിയിട്ട് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. പക്ഷെ കൂടുതൽ ഒരേ സമയത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു ഉദാഹരണം, 3-ാമത്തെ തീയതി 3-ാം തീയതി നമുക്ക് എന്തെങ്കിലും തിരക്കാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്തു, അടുത്ത തിങ്കളാഴ്ച എന്നുള്ളത് തിങ്കളാഴ്ച ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ബുക്ക് സ്ലോട്ട് ചെയ്തു. 6 ദിവസമായി.
പിന്നെ 7-ാം തീയതി ചെയ്തു, ഉണ്ട് 4:30 ചെയ്തു. 8-ാം തീയതി നമ്മൾ ചെയ്തു, 4:30 ക്ലിക്ക് ചെയ്യുക, സ്ലോട്ട് ബുക്ക് ചെയ്തു. പിന്നെ അതേപോലെ 9-ാം തീയതിയും അതേപോലെ 4:30 ക്ലിക്ക് ചെയ്തു, ബുക്ക് സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്തു. 9 ദിവസം, ഇനി 10 ദിവസം, ലാസ്റ്റ് ദിവസം നമ്മൾ എടുത്തു, 4:30 ക്ലിക്ക് ചെയ്തു, സ്ലോട്ട് ബുക്ക് ചെയ്തു, ഓട്ടോമാറ്റിക്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷെഡ്യൂളിന്റെ സമയം വരെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് പോകണമെങ്കിൽ ഗോ ടു ലോഗിൻ ക്ലിക്ക് ചെയ്യുക, യൂസർ നെയിം പാസ്വേഡും കൂടെ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുക. നമ്മുടെ സൈറ്റിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇതുണ്ട്, ഇവിടെ നമ്മളെ ഷോപ്പിന്റെ ഏരിയ ഓട്ടോമാറ്റിക് ഫ്ലച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ യെസ് ഐ ആം ഇൻ ദ ഷോപ്പ് എന്നുള്ളതാണെങ്കിൽ, നമ്മൾ ഷോപ്പിലാണ് ഇരുന്ന് ചെയ്യുന്നതെങ്കിൽ അത് യെസ് കൊടുക്കുക. ഇതാ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ. ഇതാ കോഴ്സുകൾ ഇവിടെയുണ്ട്, നമ്മുടെ ഫോംസ് ഇവിടെയുണ്ട്, പോസ്റ്റേഴ്സ് ഇവിടെയുണ്ട്, റെസിപ്റ്റ് ഇവിടെയുണ്ട്, സോഫ്റ്റ്വെയർസ് ഇതാണ്ട, പ്രീമിയം സർവീസ്, ഇമേജ് എഡിറ്റിംഗ്, ടൈപ്പിംഗ് ടൂൾസ്, ട്രാൻസ്ലേറ്റർ, PDF എഡിറ്റർ, ഇങ്ങനെ എല്ലാം, റിപ്പോർട്ട്, ഹിസ്റ്ററി, ചാറ്റ്, നമ്മൾ പിന്നെ അതായത് ചാർട്ടുണ്ട്. അതേപോലെ തന്നെ ഹെൽപ്പ് സെൻറ്റർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് ഉയർത്തുകയാണെങ്കിൽ ഇവിടെ എല്ലാ സർവീസുകളും ഇവിടെയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ നമ്മൾ ഫേവറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഏറ്റവും ആവശ്യമുള്ള ഇപ്പോൾ ഉപയോഗിക്കുന്നത് സർവീസ് നമ്മൾ ഫേവറേറ്റിലോട്ട് കൊണ്ടുവരാം. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതിൽ ലോൺ, മറ്റേ ഇൻഷുറൻസിൻ്റെ ബോർഡിൽ അവിടെ ഈ ക്ലിക്ക് ചെയ്യുക. ഈ ഇവിടെ ഫേവറേറ്റ് ഒരു സ്റ്റാറിൻ്റെ ചിഹ്നമില്ല, അവിടെ ക്ലിക്ക് ചെയ്യുക. പാസ്പോർട്ട് എപ്പോഴും ആവശ്യമുള്ളതാണ്, ആധാർ എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ഈ ലൈൻ ഫേവറേറ്റിൽ വരും. നമുക്ക് ഒരു എന്തെങ്കിലും സർവീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പാസ്പോർട്ട് ചെയ്യുന്ന പാസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക, കസ്റ്റമറുടെ പേരടിക്കുക, അതിനുശേഷം മൊബൈൽ നമ്പർ അടിക്കുക, പ്രൊസീഡ് കൊടുക്കുക. നേരെ ആ സൈഡിലോട്ട് പോയിട്ട് നമുക്ക് അവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ കോഴ്സുകൾ, നമ്മൾ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ട്രെയിനിങ് ഇല്ലേ, ആ ട്രെയിനിങ് ഇവിടെയും ഉണ്ട്. ഇവിടെ നമുക്ക് എല്ലാ ട്രെയിനിങ്ങും നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ രജിസ്റ്റർ ചെയ്ത മെയിൽ ID വെച്ച് അതിലോട്ട് OTP വരും. അന്നേരം നമുക്ക് അതിൽ കൂടെ നമുക്ക് എല്ലാ സർവീസുകളും ഓൾറെഡി ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടാകും. അതിൽ കൂടെ നമുക്ക് എല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിലോ, പുതിയ സർവീസുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ പല പല സേവനങ്ങളും, പിന്നെ നമ്മൾ പുതിയതായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാ കമ്പനിയുടെ സർവീസുകൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെല്ലാം ഇവിടെ കൃത്യമായിട്ട് ഉണ്ടാവും. പിന്നെ അതേപോലെ എല്ലാ ഫോമുകൾ, ഫിസിക്കൽ ഫോമായിട്ട് നമ്മൾ കൊടുക്കേണ്ട എല്ലാ ഫോമുകളും ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. കണ്ടോ, എല്ലാ ഫോമുകളും ഇവിടെ ഉണ്ടാവും. പിന്നെ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഉദാഹരണം, ഇവിടെ എല്ലാം സാധാരണ ഇനി ഓട്ടോമാറ്റിക് പോസ്റ്ററുകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. ആ പോസ്റ്റേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ട്, ഇവിടെ ഡൗൺലോഡ് ഒന്ന് മാത്രം കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച്, നിങ്ങളുടെ ഫോൺ നമ്പർ അടക്കം വെച്ച് ഓട്ടോമാറ്റിക്കലി വരും. ഡൗൺലോഡ്സിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വരും. അത് നിങ്ങൾ ഫേസ്ബുക്ക്, യൂട്യൂബ് അതേപോലുള്ള അകത്ത് നേരെ നമുക്ക് പോസ്റ്ററായിട്ട് ഇടാം. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റീൽസ് ആയിട്ട് ഇടുക. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറീസ് ആയിട്ട് ഇടുക. വാട്സാപ്പിൽ സ്റ്റാറ്റസും ഇടുക. പിന്നെ റെസിപ്റ്റ്, ഇതാണ് നമുക്ക് എല്ലാവർക്കും റെസിപ്റ്റ്. അതായത് ഒരു സർവീസ് നിർബന്ധമായി നമ്മുടെ റെക്കോർഡിൽ വേണം. അതുകൊണ്ട് നമ്മൾ റെസിപ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യുക. അതായത് റെസിപ്റ്റ് ചെയ്യേണ്ട, റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതുണ്ടോ, സർവീസ് ചെയ്ത ആളുടെ പേര് ഓട്ടോമാറ്റിക് വന്നു. ഞാൻ അവിടെ വന്നൊരു പാസ്പോർട്ട് ചെയ്തെങ്കിൽ പാസ്പോർട്ടിൽ ടൈപ്പ് ചെയ്യുക, പാസ്പോർട്ട് എന്ന് ചെയ്യുക. ഞാൻ എത്ര എമൗണ്ട്, 1800 രൂപയാണ് പാസ്പോർട്ടിന് മേടിച്ച്, 1800 രൂപ വന്നു. പിന്നെ വേറൊരു സർവീസും കൂടെ ചെയ്തെങ്കിൽ ഇതിവിടെ ആഡ് എന്നുള്ള ഓപ്ഷനിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സർവീസ് നെയിം അടിക്കുക, പാൻ കാർഡ്, എമൗണ്ട് 250. ഇതുണ്ട്, ഇവിടെ പ്രിന്റും കൊടുക്കാം, ഷെയറും കൊടുക്കാം. ഷെയർ കൊടുത്താൽ അവരെ വാട്സാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വെബ് വാട്സാപ്പ് നിങ്ങൾ ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം കൊടുക്കാൻ. വെബ് വാട്സാപ്പ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം വേണം കൊടുക്കാൻ. അതിനുശേഷം ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ പ്രിന്റ് ആണ് കൊടുക്കുന്നെങ്കിൽ പ്രിന്റും കൊടുക്കാം. രണ്ട് രീതിയിൽ കൊടുക്കാം. പ്രിന്റ് ആണ്, പ്രിന്റ് വന്ന് നിങ്ങൾക്ക് എല്ലാം ഒറിജിനൽ റെസിപ്റ്റ് വന്നിട്ടുണ്ട്. നേരെ പ്രിന്റ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സർവീസുകളും, പ്രീമിയം സർവീസിൻ്റെ അകത്ത് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ സർവീസുകളും ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ പുതിയ പോർട്ടൽ ആക്റ്റീവ് ചെയ്യുന്നത്. പിന്നെ തുടർന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.